പാരിസ്ഥിതിക പ്രണയചിന്തകളുടെ മനോഹരാവിഷ്കാരവുമായി അശ്വിൻ ഇലന്തൂർ രചിച്ച കവിതാ സമാഹാരം പൊയ്മുഖങ്ങൾ പ്രകാശനം ചെയ്തു. പത്തനംതിട്ട ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തക MS സുനിൽ നിലത്തെഴുത്ത് ആശാട്ടി രാധയ്ക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. പൊയ്മുഖങ്ങളേകിയ നോവിന്റെ പൊള്ളുന്ന ഓർമ്മകളാണെന്റെ സമ്പാദ്യം. മനുഷ്യ പൊയ്മുഖങ്ങളെ അശ്വിൻ ഇലന്തൂർ വാക്കുകളാൽ വരച്ചു കാണിക്കുന്നത് ഇങ്ങനെ. 35 കവിതകളുടെ സമാഹാരമാണ് പൊയ്മുഖങ്ങൾ. ഇതിൽ പ്രണയിച്ചു തീരാത്ത കാമുകന്റെ കാത്തിരിപ്പുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രകൃതിയോട് കലഹിക്കുന്ന മനുഷ്യർക്കുള്ള താക്കീതുണ്ട്. വരികളുടെ നിലവാരം ഏറ്റവും ഉന്നതമാണെന്ന് അവതാരികയിലൂടെ ചലച്ചിത്ര ഗാനരചയിതാവായ സന്തോഷ് വർമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സാമൂഹ്യ പ്രവർത്തക MS സുനിൽ നിലത്തെഴുത്താശാട്ടി രാധയ്ക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. കവിക്ക് പറയാനുള്ള അല്ലെങ്കിൽ കവിയെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലുള്ള സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ കവിത രൂപേണ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുള്ള ഒരു കലാകാരൻ തന്നെയാണ്, ഒരു കവി കൂടിയാണ് അശ്വിൻ എന്നുള്ളതാണ് നമ്മളെ ഈ കവിതാ സമാഹാരത്തിൽ കൂടെ കണ്ണുകൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന്, ഞാൻ ഇപ്പോഴാണ് അത് ഓടിച്ച് വായിക്കുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനം TV മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അശ്വിൻ ഇലന്തൂർ. പ്രണയവും പ്രകൃതിയും വിഷയമാകുന്ന കവിതാ സമാഹാരത്തിന് പൊയ്മുഖങ്ങൾ എന്ന പേര് നൽകാനുള്ള കാരണം അശ്വിന്റെ വാക്കുകളിൽ ഇങ്ങനെ. അവനവനോട് കാണിക്കുന്നതിനപ്പുറത്തേക്കൊരു വലിയ സമൂഹത്തോട് നമ്മളൊരു പൊയ്മുഖത്തോടെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പം അത്തരം പൊയ്മുഖങ്ങൾ അഴിച്ചും ആടിയും ആണ് നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അപ്പം സമൂഹത്തെ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കുക എന്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊയ്മുഖങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കവിതയാണ്. അത് കവിതയുടെ ആശയവും ആ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതാണ് അതിൻ്റെ പിന്നിലെ കാരണം. കൈപ്പട പബ്ലിക്കേഷൻസ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ജനം, പത്തനംതിട്ട.